തെരുവോരങ്ങളിൽ അന്തി ഉറങ്ങുന്നവരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് എങ്ങനെ? ഈ വിഷയത്തിലുള്ള പ്രതികരണമാണ് ഇന്ന് ഞങ്ങൾ തേടിയത്. തെരഞ്ഞെടുക്കപ്പെട്ട പ്രതികരണങ്ങൾ കാണാം. നമ്മുടേതുപോലുള്ള വികസിത രാജ്യങ്ങളിലും അതോടൊപ്പം അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങളിലുമൊക്കെ ഒരുപോലെ ഗവൺമെൻറ്റുകൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ തെരുവോരത്തെ അന്തിയുറക്കമെന്ന് പറയുന്നത്. ഇതിന് പല കാരണങ്ങളുണ്ട്. ആളുകളുടെ പണത്തിൻ്റെ ദൗർലഭ്യം, വീടുകളിൽ നിന്ന് പ്രായമായവരെ പുറന്തള്ളപ്പെടുന്നത്, അതുപോലെ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിപ്പെട്ടവർ വീടുകളിൽ നിന്ന് സ്ഥിരമായിട്ട് പിന്തള്ളപ്പെടുന്നത്, അതുപോലെ മാരക രോഗങ്ങൾക്ക് അടിപ്പെട്ടവർ മതിയായ ചികിത്സ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർ, ഇങ്ങനെയുള്ള പല തരത്തിലുള്ള ആളുകളാണ് പാതയോരത്ത് അന്തിയുറങ്ങുന്നത്. ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ് ആ രാജ്യത്തെ എല്ലാ പൗരന്മാരുടെയും ക്ഷേമം ഉറപ്പുവരുത്തേണ്ടത്. തങ്ങളുടെ പൗരന്മാർ രാത്രികാലങ്ങളിൽ തെരുവോരങ്ങളിൽ അന്തിയുറങ്ങുക എന്ന് പറയുന്നത് ഏത് ഗവൺമെൻറ്റിനും നാണക്കേടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അതിന് ആവശ്യമായ പുനരധിവാസ കേന്ദ്രങ്ങളും പ്രവർത്തനങ്ങളും നടത്തേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ്. അതിൽ നിന്ന് മാറി നിൽക്കുന്നത് ഒരു ഗവൺമെൻറ്റിന് ഭൂഷണമല്ല. ഐക്യരാഷ്ട്ര സംഘടന പോലുള്ള വലിയ സംഘടനകളുമായി ചേർന്ന് അവർക്കൊക്കെ ഇതിന് വലിയ പദ്ധതികളുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാമെന്നുള്ളതിനെ പറ്റിയൊക്കെ അവരുമൊക്കെയുമായി കൈകോർത്ത് അതാത് ഗവൺമെൻറ്റുകൾ ഈ തെരുവോരത്ത് അന്തിയുറങ്ങുന്ന ആളുകളെ പുനരധിവസിപ്പിക്കുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതാണ്. എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ മറുവശത്തുകൂടെ നടന്നാലും തെരുവോരങ്ങളിൽ അന്തിയുറങ്ങുന്ന ഒരു തലമുറ അല്ലെങ്കിൽ ഒരു ജനതതി എന്ന് പറയുന്ന ചുരുക്കം ശതമാനമാണെങ്കിൽ പോലും അതൊരു രാജ്യത്തിനും ഭൂഷണമല്ല. അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിച്ചത് തക്ക സമയത്ത് നിർമ്മാർജ്ജനം ചെയ്ത് അവരെ പുനരധിവസിപ്പിക്കുവാനുള്ള നടപടിയിലേക്ക് നമ്മുടെ സർക്കാരുകൾ നീങ്ങേണ്ടതാണ്. അത് വളരെയേറെ അത്യാവശ്യമുള്ള കാര്യമാണ്. കേന്ദ്രത്തിൻ്റെ സദ്ഭരണ സൂചികയിൽ 1-ാം സ്ഥാനം ലഭിച്ചുവെന്ന് അവകാശപ്പെടുന്ന കേരളത്തിൽ എങ്ങനെയാണ് ഇപ്പോഴും ഇത്രയധികം ആളുകൾ ഇങ്ങനെ വഴിയാധാരമായി തെരുവോരങ്ങളിൽ കഴിയേണ്ടി വരുന്ന അവസ്ഥയുണ്ടാവുന്നത്? തീർച്ചയായിട്ടും ഈ ഭരണ സംവിധാനത്തിൻ്റെ ഘടകാര്യസ്ഥത ഒന്ന് മാത്രമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. മറ്റൊരു കാര്യം, ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പല ആളുകളെയും കൂട്ടിക്കൊണ്ടുപോയി സംരക്ഷിക്കുന്ന ചില സ്ഥാപനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. പ്രത്യേകിച്ചും ക്രൈസ്തവ സമൂഹം നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ, മറ്റിതര സംഘടനകളൊക്കെ നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനങ്ങളൊക്കെ. പക്ഷേ അവിടെയും ഖേദകരമായൊരു വസ്തുത എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് സഹായത്തിനായി ഒരു ചെറുവിരൽ അനക്കാൻ പോലും ഇന്ന് നമ്മുടെ ഗവൺമെൻറ്റിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ ഈ സ്ഥാപനങ്ങൾക്ക് കിട്ടിയിരുന്നുവെങ്കിൽ അതുകൂടി റദ്ദ് ചെയ്ത് ഈ സ്ഥാപനങ്ങളെ എങ്ങനെയെങ്കിലുമൊക്കെ നിർത്തലാക്കാനുള്ള ശ്രമവും ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വയം സംരക്ഷിക്കുകയുമില്ല, മറ്റുള്ളവർ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയുമില്ലാത്ത അവസ്ഥ. തീർച്ചയായിട്ടും വളരെ ദുഃഖകരമായ ഒരു അവസ്ഥ തന്നെയാണിത്. ഗവൺമെൻറ്റിൻ്റെ അടിയന്തരമായ ശ്രദ്ധ ഈ കാര്യങ്ങളിൽ ഉറപ്പുവരുത്തണം. തെരുവോരങ്ങളിൽ ആളുകൾ കഴിയാതിരിക്കാനുള്ള അവസ്ഥ ഈ കേരളത്തിൽ ഉണ്ടാവണം. അങ്ങനെ സംരക്ഷിക്കപ്പെടുന്ന ആളുകൾ ഉണ്ടായെങ്കിൽ അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ആ സ്ഥാപനങ്ങൾക്ക് ചെയ്തു കൊടുക്കുവാനും ഗവൺമെൻറ് തയ്യാറാകണം. അനാഥർ, വൃദ്ധർ, ആലംബഹീനർ, നാടോടികൾ, ആരും തിരിഞ്ഞു നോക്കാനില്ലാത്തവർ, പൊതുസമൂഹത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ സത്വര ശ്രദ്ധയും അനുകമ്പയും പരിചരണവും ഒക്കെ ആവശ്യമുള്ള ധാരാളം ജനവിഭാഗങ്ങൾ ഇവിടെ ഇന്നും ഉണ്ട് എന്നുള്ളത്. അവരെ ഏതെങ്കിലുമൊക്കെയുള്ള ചാരിറ്റി പ്രവർത്തകരുടെയോ അല്ലെങ്കിൽ മതസ്ഥാപനങ്ങളുടെയോ ഒക്കെ ഉത്തരവാദിത്വത്തിന് കീഴിലേക്ക് അവരെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യേണ്ടതൊക്കെ ഇത്തരം സ്ഥാപനങ്ങളുടെയും മതസ്ഥാപനങ്ങളുടെയും മറ്റു പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ ചുമതലയാണെന്ന് കരുതി മാറ്റി നിർത്തുന്ന ഒരു മനോഭാവമാണ് ഗവൺമെൻറ് സ്വീകരിക്കേണ്ടത്. ഇതിനെതിരെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് സത്വരമായ നടപടി ഉണ്ടാകണം. ഇത്തരം ആളുകളെ തരംതിരിച്ച് കണ്ടെത്തി മനസ്സിലാക്കി അവരെ എല്ലാ മരുന്നും വസ്ത്രവും ഭക്ഷണവും പാർപ്പിടവും എല്ലാം കൊടുത്ത് അവരെ സംരക്ഷിക്കാനുള്ള വളരെ വലിയ ഒരു ഉത്തരവാദിത്വം ഗവൺമെൻറ് സ്വീകരിച്ചേ മതിയാവും. എന്നാലേ ഇതൊരു വെൽഫെയർ സ്റ്റേറ്റായി മാറുകയുള്ളൂ. സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ
പുനരധിവസിപ്പിക്കുവാനുള്ള സത്വരമായ നടപടികൾ ഗവൺമെൻറ് തന്നെ മുൻകൈയെടുത്ത് ഏറ്റെടുക്കണം. ഇവരെ പുനരധിവസിപ്പിക്കേണ്ട ചുമതല സർക്കാരിനുള്ളതാണ്. ഇത്രയും വികസിതമായിട്ടുള്ള നമ്മുടെ കേരളത്തിൽ ഇതുപോലുള്ള ഒരു നാടോടി സംഘങ്ങൾ വീടില്ലാതെ, നാടില്ലാതെ, കുടിയില്ലാതെ, ഭക്ഷണമില്ലാതെ, വിദ്യാഭ്യാസമില്ലാതെ, നല്ല വസ്ത്രങ്ങളില്ലാതെ ജീവിക്കേണ്ടി വരുന്നത് തികച്ചും മോശമാണ്, ദുരിതമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ, നാടോടികൾ റോഡുകളിൽ കിടന്നുറങ്ങിയ കൊച്ചുകുട്ടികളടക്കമുള്ള നാടുകളുടെ മേലിൽ കൂടി ലോറി കയറി ഇറങ്ങി മരിച്ചുപോയി. അവരോട് അവിടെ കിടന്നുറങ്ങരുത് എന്ന് അവിടുത്തെ നാട്ടുകാർ പലവട്ടം ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. എന്നിട്ട് പോലും അവർ അങ്ങനെ ചെയ്യുന്നു. കാരണം അവർക്ക് ഇനി വരാനിരിക്കുന്ന ദുരന്തങ്ങളുടെ മുഖങ്ങൾ വ്യക്തമായി മനസ്സിലാകുന്നില്ല. ഇവരെ വ്യക്തമായൊരു ഷെൽട്ടറിലേക്ക് മാറ്റുകയും പുനരധിവസിപ്പിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ സർക്കാരിൻ്റെ മാത്രമല്ല, പൊതുജനങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണെന്നാണ് എൻ്റെ അഭിപ്രായം. അലഞ്ഞു നടക്കുന്നവരെയും തെരുവിൽ കഴിയുന്നവരെയും രാത്രി താമസിപ്പിക്കാനായിട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ അവർക്ക് ഷെൽട്ടർ ഹോമുകൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അവരെ സുരക്ഷിതമായി പാർപ്പിക്കാനും അവർക്ക് രാത്രി ഭക്ഷണം കൊടുക്കാനും അതിനുള്ള ക്രമീകരണം ചെയ്താൽ ഏറ്റവും നന്നായിരിക്കും. മാത്രമല്ല, പരിധിവരെ ഈ അലഞ്ഞു നടക്കുന്നവരെ കൊണ്ടുള്ള ചില സ്ഥലങ്ങളിൽ ക്രമസമാധാന പ്രശ്നങ്ങളുണ്ട്. അതും പരിഹരിക്കാനും കൂടി ഈ ഒരു നടപടി സഹായകമാകും. ജനങ്ങൾ ശക്തമായ ഒരു പ്രതികരണം തന്നെയാണ് നടത്തുന്നത്. ഈ അനാഥരായവരും തെരുവിൽ താമസിക്കുന്ന ആളുകൾക്കെല്ലാം ഒരു ഷെൽട്ടർ സർക്കാർ ഒരുക്കണം എന്നത് തന്നെയാണ് കൂടുതൽ ആളുകളും പ്രതികരിച്ചിരിക്കുന്നത്.